നമസ്കാരം. തോളത്തിരുന്ന് ചെവി തിന്നുക എന്ന നടപടിയാണ് ഒടുവിൽ ഇന്ത്യയോട് ട്രംപ് കാണിച്ചിരിക്കുന്നത്. ട്രംപിന്റെ തോന്നിവാസങ്ങളോട് മുഖം ചുളിച്ച് പ്രതികരിച്ച രാജ്യങ്ങളോട് മുഴുവൻ പ്രതികാര നടപടി എന്ന പേരിൽ താരിഫ് കൂട്ടുന്നതും രാജ്യത്തിനകത്തേക്ക് പ്രവേശനം തടയുന്നതും രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതും യുദ്ധവും ഉൾപ്പെടെ എന്ത് പ്രതികാര നടപടിയും ചെയ്യാൻ മടിയില്ലാത്ത വിധം ട്രംപ് ലോകത്തിന്റെ മുഴുവൻ ഏകാധിപതിയായി മാറാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക സമാധാനവും ഐക്യവും വാണിജ്യവും ഉൾപ്പെടെ വളർത്തി രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ഐക്യത്തോടെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി പരസ്പര പൂരകമായി മുന്നോട്ട് പോവുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ലോകരാഷ്ട്രങ്ങൾ പാലിച്ചു വരുന്ന പല നിയമങ്ങളും മാമൂലുകളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടും തച്ചുടച്ചുകൊണ്ടുമാണ് ട്രംപ് തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇന്ത്യയോടുള്ള ട്രംപിന്റെ നീരസം പരോക്ഷമായി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. എങ്കിലും പ്രത്യക്ഷമായി രംഗത്ത് വരാതെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് ട്രംപ് കാണിച്ചിരുന്നത്. അതും ഇന്ത്യയിൽ അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യയിൽ അമേരിക്കയുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചില കൂർമ്മബുദ്ധികളായിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇന്ത്യയോട് നേരിട്ടൊരു യുദ്ധത്തിനാണ് ട്രംപ് ആക്കം കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ ജനതയെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളിലേക്കാണ് ട്രംപിന്റെ പോക്ക്. കഴിഞ്ഞ ദിവസം ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി പാകിസ്ഥാന്റെ നടപടികൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെ ഇന്ത്യ പാക് നടപടിയിൽ ട്രംപിന്റെ ഇടപെടൽ എന്ന വാദം തെറ്റാണെന്ന് ശക്തമായി വാദിച്ചിരുന്നു. അതിനൊപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ട്രംപ് സ്വീകരിച്ച നടപടിയെയും രാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചു. അതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കുൾപ്പെടെ താരിഫ് കൂട്ടാനുള്ള നീക്കങ്ങൾ ട്രംപ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടത്തുന്നത്. ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഉടൻ തന്നെ 10% തീരുവ നിരക്കുകൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയെ ദ്രോഹിക്കുന്നതിനാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. US ക്യാബിനറ്റ് യോഗത്തിനു ശേഷമായിരുന്നു ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. നേരത്തെയും ബ്രിക്സിന് നേരെ ട്രംപ് പലവട്ടം വിമർശനം ഉന്നയിച്ചിരുന്നു. ബ്രിക്സിലുള്ള ഏതൊരാൾക്കും ഉടൻ തന്നെ 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ബ്രിക്സ് സഖ്യത്തെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വളർന്നു വരുന്ന ഭീഷണിയായി ഡൊണാൾഡ് ട്രംപ് കാണുകയും US-നെ ലോകവേദിയിൽ ന്യായമായി പരിഗണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തതായി വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവവികാസം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, 6 പുതിയ അംഗരാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ തന്ത്രപരമായ ചർച്ചകൾക്കായി ഒത്തുകൂടിയ റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഉറച്ച സന്ദേശം തന്നെ നൽകിയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തീരുവ ബാധകമാകുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ബ്രിക്സ് ഉൾപ്പെട്ടാൽ തീർച്ചയായും അവർ 10% തീരുവ നൽകേണ്ടി വരും. കാരണം ബ്രിക്സ് സ്ഥാപിച്ചത് നമ്മളെ ദ്രോഹിക്കാനും നമ്മുടെ ഡോളറിനെ തരം താഴ്ത്താനുമൊക്കെയാണ്. പക്ഷേ അത് കുഴപ്പമില്ല, അവർക്ക് ആ കളി കളിക്കണമെങ്കിൽ എനിക്കും ആ കളി കളിക്കാൻ അറിയാം എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവർ ഡോളറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കൊരു മിടുക്കനായ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിലവാരം നഷ്ടപ്പെടില്ല. കഴിഞ്ഞ പ്രസിഡന്റിനെ പോലെ ഒരു മണ്ടനായ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവാരം നഷ്ടപ്പെടും. നമുക്ക് ലോക നിലവാരമുള്ള ഡോളർ നഷ്ടപ്പെട്ടാൽ അതൊരു ലോക മഹായുദ്ധം തോൽക്കുന്നത് പോലെയാകും. അത് സംഭവിക്കുന്നത് അനുവദിക്കാനാകില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഡോളറിന്റെ സ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും വന്നാൽ അവർ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. തന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരും ആ വില നൽകേണ്ടി വരുമെന്ന് താൻ കരുതുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. സ്വമേധയാ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ തീരുവ വിഷയത്തിൽ പുനർചിന്തനം നടത്താമെന്ന സൂചനയും ഒപ്പം ഭീഷണിയുമാണ് ട്രംപിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഇതുവരെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതിനിടെ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രധാന വ്യാപാര പങ്കാളികളെ പോലും ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 1 വരെ ഈ വർധനവ് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ചർച്ചകൾക്ക് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഏതു നിമിഷമാണ് ഈ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്മാറുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മറ്റു 12 രാജ്യങ്ങൾ എന്നിവ US-മായി പുതിയ വ്യാപാര കരാറുകൾ ഉടൻ നടപ്പിലാക്കിയില്ലെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ 25% തീരുവ നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. ട്രംപ് ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ ഈ നീക്കവുമായി മുന്നോട്ടു പോയാൽ ഇന്ത്യയുമായി തുടങ്ങാനിരുന്ന വ്യാപാര ബന്ധത്തെ അത് ബാധിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പരിങ്ങലിലാക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി മുഴുവൻ രാജ്യങ്ങളെയും തന്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് ഇതിലൂടെ ഉറപ്പാണ്.